ശരി ശരി ഞാൻ ഫൈസിലേക്ക് വരാം. സാജിദ് അജ്മൽ കൂടി ചേരുന്നുണ്ട്. സാജിദ, 9ഓളം പേരാണ് ചികിത്സയിലുള്ളത്, 6 പേരെ കാണാനില്ലെന്ന് പറയുന്നു. അപ്പോൾ അവർക്കായുള്ള തെരച്ചിൽ നടക്കുന്നു. മരണസംഖ്യ സംബന്ധിച്ച് എന്താണ് ഒരു ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നത്? എത്ര പേർ മരിച്ചു, അവർ ആരൊക്കെയാണെന്ന് സംബന്ധിച്ച ഒരു വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ടോ? ദിവ്യ, ജില്ലാ ഭരണകൂടത്തിന്റെ ഔദ്യോഗിക കണക്ക് പ്രകാരം 3 പേരാണ് ആശുപത്രിയിൽ മരിച്ചിട്ടുള്ളത്. അതായത് 3 മൃതദേഹങ്ങൾ ഉണ്ട്. ഒന്ന് ചൂരൽമല ആശുപത്രിയിലും 2 മൃതദേഹം വൈത്തിരി താലൂക്ക് ആശുപത്രിയിലുമാണ് നിലവിൽ ഉള്ളത്. ഇത് കൂടാതെ സ്പോട്ടിൽ നിന്ന് ഒരു മൃതദേഹം കൂടി നിലവിൽ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ മരണം നിലവിൽ 4 ഇനി മണ്ണിനടിയിൽ 6 പേരെ കൂടി കണ്ടെത്താനുണ്ട് എന്നുള്ളതാണ് കണക്ക്. ഏറ്റവും ആശ്വാസകരമായ കാര്യം, സാധാരണഗതിയിൽ ഈ വലിയ തോതിൽ തൊഴിലാളികൾ അവിടെ ഈ ഏതാണ്ട് 100ഓളം തൊഴിലാളികൾ ജോലി ചെയ്യുന്നതാണ്. ഇന്ന് അങ്ങനെ വലിയ പണി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ കുറച്ച് തൊഴിലാളികൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് വലിയ ദുരന്തം ഒഴിവായത്. ഇനിയും 6 പേരെ കണ്ടെത്താനുണ്ട്. ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി സാജിദ, ഇപ്പോൾ സ്പോട്ടിൽ നിന്ന് ഒരു മൃതദേഹം കണ്ടെത്തിയെന്ന് പറയുമ്പോൾ അല്പസമയം മുമ്പ് നമ്മൾ ആ മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്തതാണോ മരിച്ചു എന്ന് സ്ഥിരീകരണം വരുന്നത്? അതെ, അല്പസമയം മുൻപ് ഈ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തിയതാണ്. അത് ഈ മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തുന്നത് അത് ഈ ആൾക്ക് ഈ അത്യാസന്ന നിലയിലാണോ അതോ മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി മെഡിക്കൽ സംഘം കൂടി ആ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശരി ശരി, അപ്പോൾ മരണസംഖ്യ ഉയരുകയാണ്. ഇപ്പോൾ 4 മരണം സ്ഥിരീകരിച്ചു എന്ന് ജില്ലാ ഭരണകൂടം തന്നെ പുറത്തുവിടുന്ന കണക്കുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. 3 പേരുടെ മരണം നേരത്തെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു. 3 പേരുടെയും മൃതദേഹം ഇപ്പോൾ വിവിധ ആശുപത്രികളിലായിട്ടാണ് ഉള്ളത്. അപ്പോൾ സ്പോട്ടിൽ നിന്ന് അല്പസമയം മുൻപ് ആ മണ്ണിനടിയിൽ നിന്ന്, ആ ചളിക്കൂനയിൽ നിന്ന് ഒരു മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു. അത് അദ്ദേഹം അത്യാസന്ന നിലയിലായിരുന്നു. ആരാണ്, എവിടെ നിന്നുള്ളയാളാണ് എന്നതൊക്കെ വ്യക്തത വരേണ്ടതുണ്ട്. പക്ഷേ അവിടെ ഒരു മെഡിക്കൽ ടീം അവിടെ പ്രവർത്തിക്കുന്നുണ്ട്, പ്രവർത്തന സജ്ജമാണ്. അവരാണ് ഇപ്പോൾ ആ കിട്ടിയ മൃതദേഹമായിട്ടാണ് കിട്ടിയത്, മരിച്ചു എന്നുള്ള സ്ഥിരീകരണം കൂടി വരുന്നത്. അപ്പോൾ ആകെ മരണം 4 ആയിരിക്കുകയാണ്. 6 പേരെ കാണാനില്ല, 6 പേരെ കണ്ടെത്താനുണ്ട്. അത് പ്രാഥമിക ഒരു നിഗമനത്തിൽ അത് തെരച്ചിൽ നടക്കുന്നു. 6 പേരായിരിക്കാം പലയിടങ്ങളിലായി ഈ ചളിക്കൂനയിൽ ഉണ്ടാവുക എന്ന് കരുതുന്നത്. അതൊരു പക്ഷേ അതിൽ കൂടുതലായേക്കാം. കാരണം എത്രത്തോളം പേർ ഈ അപകടം നടക്കുന്ന സമയത്ത് വിവിധ ഇടങ്ങളിൽ അവിടെ ഒരു ബസ് വെയിറ്റിംഗ് ഷെൽട്ടർ ഉണ്ടായിരുന്നു, അവിടെ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു, പള്ളി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടങ്ങളിലൊക്കെയായി എത്ര പേർ അവിടെ ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ച യാതൊരു സ്ഥിരീകരണവുമില്ല. അപ്പോൾ ഒരു പ്രാഥമിക വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അവിടെ ആ മീനാക്ഷി പാലം പൂർണ്ണമായും മണ്ണിനടിയിൽപ്പെട്ടത് നമുക്ക് ആ ഡ്രോൺ വിഷ്വലിൽ നിന്ന്, ആകാശ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ചെറിയൊരു മണ്ണിടിച്ചിലായിരുന്നു എന്നായിരുന്നു നമ്മൾ തുടക്കത്തിൽ ഈ അപകടമുണ്ടായ ആദ്യ മിനിറ്റുകളിൽ നമ്മൾ കരുതിയത്. എന്നാൽ പിന്നീടാണ് ആ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോഴാണ് അതിൻ്റെ ഒരു ആഘാതം, അതിൻ്റെ ഒരു വ്യാപ്തി നമുക്ക് വ്യക്തമാകുന്നത്. ആ CCTV ദൃശ്യങ്ങളിൽ അറിയാം എത്ര ശക്തിയോടുകൂടിയാണ് ആ മണ്ണ് ഒന്നാകെ ഒഴുകി പരന്നത് എന്നത്. അവിടെ ഉണ്ടായിരുന്ന ആ പാലത്തിന് സമീപത്തായി ഉണ്ടായിരുന്ന ടാങ്കർ ലോറി ആ മണ്ണിടിച്ചിലിന്റെ ശക്തിയിൽ ഒഴുകി ദൂരേക്ക് തെറിച്ചു വീഴുന്നത് കാണാൻ കഴിയുന്നുണ്ട്. അതിനിടയിൽപ്പെട്ടാണ് 2 പേർ വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നത്. ആ മണ്ണിനടിയിൽ നിന്ന് ഒരു യുവതിയെ പുറത്തേക്ക് എടുക്കുന്നതൊക്കെ നമുക്ക് ആ CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ആ ദൃശ്യങ്ങൾ കാണുമ്പോഴാണ് നമുക്ക് എത്ര ഭീകരമായ ഒരു മണ്ണിടിച്ചിൽ ദുരന്തമായിരുന്നു അവിടെ നടന്നത് എന്നത് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ അതിശക്തമായ മഴ ഇന്നലെയും ഇന്ന് രാവിലെയുമായി അവിടെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ രാവിലെ കാര്യമായ രീതിയിലുള്ള പണി അവിടെ തുരങ്കപാതയിൽ നടക്കുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വലിയൊരു ദുരന്തം, അപകടം ഒഴിവായത് എന്ന് നമുക്ക് പറയാൻ കഴിയുക.